നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം പ്രശസ്ത പിന്നണി ഗായിക അഖില ആനന്ദാണ്. നമുക്ക് അഖിലയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാം. എല്ലാ കാലത്തും പാടുന്ന കുറച്ച് ഓണപ്പാട്ട്, അതില്ലെങ്കിൽ ഓണം കംപ്ലീറ്റ് ആവില്ല. അത് അങ്ങനെയാണ്. അതിന് ചില പാട്ടുകൾ പൂവിളി പൂവിളി, ഓണപ്പൂവേ, ഉത്രാടപ്പൂനിലാവേ, അങ്ങനെ കുറച്ച് പാട്ട്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖം, സന്തോഷമായിട്ട് പോകുന്നു. പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ലൈഫിൽ? പുതിയ കാര്യങ്ങൾ അങ്ങനെ എടുത്തു പറയാനുള്ള പുതിയ കാര്യങ്ങളില്ല. പഴയതുപോലെ തന്നെ ഇടയ്ക്ക് സിനിമകൾ പാടുന്നു, ലൈവ് പ്രോഗ്രാംസ് ചെയ്യുന്നു. ഓണം ആകുമ്പോൾ കുറച്ച് തിരക്കുകൾ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സ്റ്റേജ് ഷോസ് ആണ് ഏറ്റവും കൂടുതൽ അഖിലയുടെ. അതെനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു ഇപ്പം റെക്കോർഡിങ്സ് പഴയ പോലെ അല്ല, ഒരുപാട് കുറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഒരു കോവിഡിന് ശേഷം വലിയൊരു മാറ്റമാണ് ഉണ്ടായത് സിനിമാ ഫീൽഡിലും ഒക്കെ. സിനിമകൾ പഴയ പോലെ തന്നെ വന്നെങ്കിലും പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു, പാട്ടുകാരുടെ എണ്ണം കൂടി. ഒരുപാട് പാട്ടുകാർ. അതെ അതെ അതെ. അപ്പോൾ പിന്നെ പഴയ പോലെ CD ഇറങ്ങുന്നില്ലല്ലോ. പിന്നെ പണ്ട് CD ഇറങ്ങുമ്പോൾ ഒരു 10 പാട്ട് മിനിമം അതിനകത്തുണ്ടാവും. ഇപ്പൊ അതില്ല, ഒരു പാട്ട്, ഒരു പ്രൊഡക്ഷനിൽ ഒരു പാട്ട്, അങ്ങനെയൊക്കെ ആയി ചുരുങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ റെക്കോർഡിങ്സിന്റെ അളവ് കുറഞ്ഞു. പക്ഷെ പരിപാടികൾ പഴയ പോലെ തന്നെ വീണ്ടും അതെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേജ് ഷോസിൽ അത്യാവശ്യം ആക്റ്റീവാണ്. കുറച്ച് പിന്നിലേക്ക് പോയാൽ നമുക്ക് മലയാളിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സോങ് ആണ് അത്. ചിത്രവും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. ജയരാജ് സംവിധാനം ചെയ്ത ജാസി സാറിൻ്റെ ഒരു പാട്ട്, അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി. അതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു ആ ഒരു പാട്ടിലേക്ക്? കാരണം ആ പാട്ട് വളരെ മനോഹരമായി തന്നെയാണ് പാടിയിരിക്കുന്നതും അതിൻ്റെ ഈണവും അതുപോലെ തന്നെയാണ്. ഒരു മലയാളി അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഈണത്തിലാണ്. അതിൻ്റെ രാഗം പറയാൻ എനിക്കറിയില്ല ഇനിപ്പോലും. അല്ല, എനിക്ക് തോന്നുന്നത് ഈണത്തിനേക്കാൾ ഉപരി ജാസി ചേട്ടൻ്റെ വോയിസിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ആ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോയിസ് ഒരു എല്ലാവർക്കും ഉള്ള ഒരു ടോണല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ശബ്ദമാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഡുവറ്റ് സോങ് ജാസി ചേട്ടൻ്റെ മ്യൂസിക്കിൽ തന്നെ ആ സമയത്ത് പാടാൻ പറ്റി. അത് ആ കാലഘട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യം. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ പാട്ടുകൾ, സംഗീതം, അതുമായി ബന്ധപ്പെട്ട് കുട്ടിക്കാലത്തെ ഒരു അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്? കുട്ടിക്കാലത്ത് തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. കർണാട്ടിക് മ്യൂസിക്കാണ് പഠിച്ചത്. അത് അച്ഛനും അമ്മയും വളരെയധികം താല്പര്യത്തോടു കൂടി തന്നെ ഒരു ടീച്ചറെ കണ്ടെത്തി പഠിപ്പിക്കാൻ വിട്ടു. ചെറിയൊരു കഴിവ് വാസന ഉണ്ടെന്ന് തോന്നി മനസ്സിലാക്കിയത് പാരൻസ് തന്നെയാണ്. അതിങ്ങനെ ഒരു ബ്രേക്ക് ഇല്ലാതെ പഠിച്ചു വന്നു. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ കലാതിലകം അങ്ങനെയുള്ളൊരു സ്റ്റാർ ലെവലിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ സ്കൂളിൽ നിന്നൊക്കെ സെലക്ട് ആവും. സബ് ഡിസ്ട്രിക്റ്റ് വരെയൊക്കെ മത്സരിച്ചിട്ടുണ്ട്. A ഗ്രേഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് കിട്ടിയാൽ മാത്രമല്ലേ സ്റ്റേറ്റിലേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സോളോ ഐറ്റം എന്നല്ലാതെ ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ പങ്കെടുത്തിരുന്നു. കുട്ടിക്കാലത്തെ മ്യൂസിക്, സംഗീതം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കൂടുതൽ കോമ്പറ്റീഷൻസിനൊക്കെ തിരുവനന്തപുരം ആണ്, ജനിച്ച് വളർന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നടത്തുന്ന മിക്കവാറും എല്ലാ അസോസിയേഷൻ്റെ മത്സരങ്ങൾക്കും എല്ലാത്തിലും പങ്കെടുക്കും. അമ്മ തന്നെയാ കൂടുതലും കൊണ്ടുപോകും. അതെ അതെ. അപ്പൊ അതൊക്കെയാണ് കുട്ടിക്കാലത്ത് മുതലുള്ള ഒരു സംഗീതം. അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും നമ്മൾ അറിഞ്ഞിട്ടുള്ളതും ആരെയാണ്?
ഒരു ഇത് കൊള്ളാം, ഈ വോയിസ് കൊള്ളാം എന്നുള്ള ലെവലിൽ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള? എനിക്ക് കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടം ചിത്ര ചേച്ചിയുടെ പാട്ടുകളായിരുന്നു. എനിക്ക് തോന്നിയത് പഠിക്കാനും പാടാനും എനിക്ക് കംഫർട്ടബിൾ, എൻ്റെ വോയിസിന് യോജിക്കുന്നത് ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് എന്നുള്ളത് എനിക്കൊരു തോന്നലുണ്ടായി. കൂടുതൽ അതായിരുന്നു പാടിയിരുന്നതും. സ്കൂളിലാണെങ്കിലും ക്ലാസ്സിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫ്രണ്ട്സ് പാടാൻ പറയുമ്പോഴും ഏതെങ്കിലുമൊക്കെ പാട്ട് സെലക്ട് ചെയ്ത് പാടുന്നതൊക്കെ ചിത്ര ചേച്ചിയുടെ പാട്ടുകളായിരിക്കും. പിന്നീട് പക്ഷേ പഠിക്കണം എന്ന് വിചാരിച്ച് പഴയ പാട്ടുകൾ കേട്ടു. ജാനകി അമ്മയുടെയും സുശീലാമ്മയുടെയും ഒക്കെ പാട്ടുകൾ കേൾക്കും. അപ്പം പിന്നെ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴാണല്ലോ ഓരോന്നും പഠിക്കുന്നത്. എക്സ്പീരിയൻസിലൂടെയും അല്ലെങ്കിൽ അതുപോലെയുള്ള ഓരോരോ സാഹചര്യങ്ങളിലൂടെ വരുമ്പോഴായിരിക്കും പഠിക്കുന്നത്. പക്ഷേ തീരെ കുഞ്ഞുനാളിലാണെങ്കിൽ ചിത്രചേച്ചിയുടെ പാട്ടുകളായിരുന്നു കൂടുതൽ എനിക്ക് പാടാൻ ഇഷ്ടവും ഫാൻ എന്നുള്ള ബേസിൽ തന്നെയാണ് ഫാൻ ഗേൾ. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ചിത്ര ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു ചേച്ചി എന്നുള്ളൊരു സ്ഥാനം എല്ലാവരുടെയും മനസ്സിൽ, അത് പാട്ടുകാർക്ക് മാത്രമല്ല മലയാളികൾക്ക് പൊതുവെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് ചിത്ര ചേച്ചിക്ക്. അത് ആ ഒരു സ്നേഹം നമുക്ക് എല്ലാവർക്കും. അതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതെ, അന്നും ഇന്നും ശബ്ദത്തിന് ഒരു മാറ്റമില്ലാതെ പോട്ടെ എന്ന് തന്നെയാണ് ഞാനും എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ്. ചെറുപ്പകാലത്തെ ഒരു ഓണക്കാലം എങ്ങനെയായിരുന്നു? ചെറുപ്പകാലത്തെ ഓണക്കാലം ഞാൻ നാട്ടിൻപുറത്തെ ഒരു കുട്ടിയല്ല. നാട്ടിൻപുറത്ത് സിറ്റിയിലാണ് ജനിച്ച് വളർന്നതും പഠിച്ചതും ഒക്കെ. തിരുവനന്തപുരം സിറ്റി ലൈഫാണ്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് വാരാഘോഷം, ടൂറിസം വാരാഘോഷത്തിൻ്റെ ഓണമുണ്ടല്ലോ, അത് എല്ലാ ദിവസവും ഈ ലൈറ്റ് കാണുക, അലങ്കാരങ്ങൾ കാണുക, കനകക്കുന്നിലും ഒക്കെ പരിപാടികൾ കാണാൻ പോകും. ഇതൊക്കെയാണ് കുട്ടിക്കാലത്തെ ഓണം. അതിപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ആ ഒരു തിരക്കും ആ ഒരു ലൈറ്റിൻ്റെ ഇതൊക്കെ കാണാൻ പോകാന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഓണം വാരാഘോഷം കഴിയുമ്പോൾ ഉള്ള അവസാന ദിവസത്തെ ആ ഘോഷയാത്ര, അതും പലപ്പോഴും ഞാൻ അമ്മയും അച്ഛനും ഒക്കെ വണ്ടിയൊന്നും കിട്ടില്ല, അത്ര തിരക്കാണ്. എന്നാൽ പോലും നടന്ന് പോയി കഷ്ടപ്പെട്ടിട്ട് കണ്ടിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോ അയ്യോ അതൊക്കെ എന്തിനായിരുന്നു തോന്നും. എന്നാലും ആ സമയത്ത് അതൊക്കെ ഒരു സ്പിരിറ്റാണ്. സിറ്റി രണ്ട് തരത്തിൽ നമുക്ക് നോക്കിയാൽ, ഒരു പഴയകാല നമ്മുടെ ചെറുപ്പകാലത്തുള്ള ഒരു ട്രിവാൻഡ്രം സിറ്റിയും നമ്മൾ വളർന്നതിന് ശേഷമുള്ള ഒരു തിരുവനന്തപുരം നഗരവും, ഇത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഴയ പോലെ തന്നെ ഓണമാണെങ്കിലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഓണം സെലിബ്രേഷൻ ഏറ്റവും കൂടുതൽ ഇപ്പം വേദികളാണെങ്കിലും, ഇപ്പം ഞാനൊരു പ്രൊഫഷണൽ സിംഗർ ആയതിനു ശേഷം നമ്മൾ കൂടുതലും നോക്കിക്കാണുന്നത് പ്രോഗ്രാംസ് ആണ്. ഓണം എന്ന് പറയുമ്പോഴും മറ്റെന്ത് ആഘോഷങ്ങൾ വന്നാലും പ്രോഗ്രാംസ് തിരക്കുണ്ടാവുക, പ്രോഗ്രാംസ് ഇല്ലെങ്കിൽ ഒരു വിഷമമാണ്. അപ്പം ഇപ്പോൾ അത് കൂടുതൽ ഷോസ് ഓണമായിട്ട് ബന്ധപ്പെട്ട് പല വേദികളുണ്ടാവുന്നു. മെയിൻ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രമല്ല പല ഭാഗങ്ങളിലും വേദികൾ ഉണ്ടാവുന്നു. ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ ഉണ്ടാവുന്നു. അതൊക്കെ നല്ല മാറ്റങ്ങൾ. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ 2-3 വർഷത്തിനപ്പുറത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്തായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ അല്ലേ? ലോക്ക്ഡൌൺ ഒക്കെ ആയി, പ്രോഗ്രാമുകളില്ല. ആ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയാണ് നമ്മൾ ബാധിച്ചിട്ടുള്ളത് അഖിലേ? തീർച്ചയായിട്ടും വല്ലാത്തൊരു ഡിപ്രഷൻ അത് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. പൊതുവെ കലാകാരന്മാരെ ബാധിച്ചിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ കുറേ യാത്രകൾ ചെയ്യുമായിരുന്നു. പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. എബ്രോഡും ഒത്തിരി ട്രാവൽ ചെയ്യുമായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ടും നിന്നുപോയി എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. റെക്കോർഡിങ്സ് ഇല്ല, അത് ഓക്കെ, അത് എല്ലാവർക്കും സിനിമ എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയിലായിരുന്നു. സംഭവിക്കാതിരിക്കുന്ന ഒരു സമയം. അതെ, അത് എല്ലാവർക്കും ഒരുപോലെ. അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വരുമാനവും ഇല്ല. ഇതെല്ലാം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആദ്യം വേണ്ടാന്ന് വെക്കുന്നതും എൻ്റർടൈൻമെൻറ്റ് മേഖലയാണ്. ഏറ്റവും അവസാനം എല്ലാം ശരിയായിട്ട് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാം വയ്ക്കാം എന്ന് തീരുമാനിക്കുന്നതും ഏറ്റവും അവസാനമാണ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു മേഖല പരിഗണിക്കപ്പെടുന്നത്. അത് കലാകാരന്മാരെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. തിരക്കേറിയ ഒരു സ്റ്റേജ് ഷോസ് മുഖമായിട്ട് തിരക്കേറിയ അഫ്സൽ അങ്ങനെയില്ല. അഫ്സൽ, വിധു, സുധീപേട്ടൻ, ഒരുപാട് പേരുടെ കൂടെ ഷോസ് ചെയ്യുന്നുണ്ട്. നിരവധി. എനിക്ക് ഏറ്റവും കൂടുതൽ ഷോസ് ചെയ്തിട്ടുള്ളത് അഫ്സലിനോട്. അതെ, ഞാൻ പാലക്കാട് വെച്ച് കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു
കേരള ഭാഗ്യക്കുറിയുടെ ഒരു ആഹാ ഒരു വാർഷികാഘോഷം നടന്ന സമയത്ത് അവരുടെ ഒരു സുവർണ്ണ ജൂബിലിയോ അങ്ങനെ എന്തോ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അഖിലയുടെ ഒരു പെർഫോമൻസ് ഞാൻ അവിടെ കണ്ടിരുന്നു. അത് അഫ്സൽ സാറിന്റെ കൂടെ ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെയ്യുന്നത് അതോടൊപ്പമാണ്. അതെ. അപ്പം എന്തായിരുന്നാലും ഈ അഴകാലില്ല മഞ്ഞച്ചിരടിയിലെ പൂത്താലി അത് ഐക്കോണിക് സോങ് ആണ്. അഖിലെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ പാട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഈ അടുത്തായി ആ പാട്ട് വീണ്ടും ഒന്ന് എനിക്ക് തോന്നുന്നു ജാസ് ചേട്ടൻ വേറൊരു കൊച്ചിയിൽ നടന്നൊരു പ്രോഗ്രാമിന് വീണ്ടും അത് പാടി അത് വൈറലായി, ഒത്തിരി പേര് കണ്ടു. അപ്പൊ വീണ്ടും ആ പാട്ട് കേൾക്കാനും ഓർത്തെടുക്കാനും ആളുകൾക്കൊരു അതെ ഇഷ്ടമുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ ഈ കൊച്ചിയിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഊബറിലും ഒലയിലും ഒക്കെയാണ് യാത്ര ചെയ്യാറ്. അപ്പം എല്ലാവരും ഈ ഡ്രൈവർമാർ ചോദിക്കും, എന്താണ് മാഡം ഇവിടെ ജോലി ചെയ്യുവാണോ, എന്താണ് ഇവിടെ, എവിടെയാ സ്ഥലം, അങ്ങനെയൊക്കെ ഒരു കുശലാന്വേഷണം. അപ്പോൾ സിംഗറാണ് എന്ന് പറയുമ്പോൾ ഈ അടുത്തിടയ്ക്ക് 1-2 തവണ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഉടനെ അവർ തിരിഞ്ഞു നോക്കും, സിംഗർ അപ്പൊ സിംഗർ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ പറയും കുറച്ച് സിനിമകളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് പാട്ട് ചോദിക്കുമ്പോൾ ഞാൻ ധൈര്യത്തോടെ പറയും അഴകാലില എന്നുള്ള പാട്ട് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. കാരണം ആ പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു വിശ്വാസമാണ്. അത് പറയുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട്. അയ്യോ ആ പാട്ടോ, അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പ്രേമിച്ച് നടന്നപ്പോൾ കുറെ കേട്ടിരുന്ന പാട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കല്യാണ CD-യിൽ ഒരു സമയത്ത് കല്യാണ CD-യിൽ ഇട്ടിരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അത്ര എനിക്കിഷ്ടമുള്ള പാട്ടാണെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ആ സന്തോഷം നമുക്കൊന്ന് പങ്കുവെക്കാം. പാടണം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അതിനു മുമ്പ് എനിക്ക് ഈ പാട്ട് പാടാനുള്ള അവസരം തരുന്നത് ജയരാജ് സാറാണ്, ഡയറക്ടർ. ജയരാജ് സാറിൻ്റെ ഒരു പിന്തുണയോടെ അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നെ ഈ ഫീൽഡിലേക്ക്. അപ്പോൾ സാറിനെ യാദൃശികമായ ഒരു പരിപാടിക്ക് കാണുകയും അദ്ദേഹം എൻ്റെ പാട്ട് കേൾക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടായത് പോലും. പുതുമുഖങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത് കൂടിയാണ്. തീർച്ചയായിട്ടും ജാസി ചേട്ടനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജയരാജ് സാറാണ്. ലജ്ജാവതിയെ എന്നുള്ള പാട്ടൊക്കെ വന്നത് ജയരാജ് സാറിന്റെ സിനിമയാണ് ഫോർ ദ പീപ്പിൾ. അതുപോലെ ഒരുപാട് പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പൊ ഈ അവസരത്തിൽ അദ്ദേഹത്തോട് നന്ദി പറയാം. തീർച്ചയായിട്ടും. പാട്ട് പാടാം. അഴകാലില മഞ്ഞച്ചരടിയിലെ പൂത്താലി, മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി, കുന്നിമണി കൊലുസണിഞ്ഞ് വയൽ കിളി വരവായി, കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി, ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം, എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂ മഴ. അതേപോലെ തന്നെ മാറ്റമൊന്നുമില്ല. പാട്ടിലാണോ അല്ല പാട്ടിൽ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ വർഷം എത്ര കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ ആ പാട്ട്? 2006 സിനിമ റിലീസ് ആവുന്നത്. 16 വർഷമല്ലേ? 16-17 വർഷമാവുന്നു ആ പാട്ട് റിലീസ് ചെയ്തിട്ട്, പടം ഇറങ്ങിയിട്ട്. ഇപ്പോഴും ആൾക്കാരത് ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സന്തോഷമുള്ള, അല്ലേ, നമുക്ക് വലിയൊരു സന്തോഷം തരുന്ന. അതെനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ പാടിയ പാട്ടുകാർക്കൊക്കെ കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണത്. ആരുടെ കാര്യം എടുത്താലും അവരൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2010-2012 ശേഷം ഒരുപാട് പാട്ടുകളും പാട്ടുകാരും ഒക്കെ വന്നെങ്കിലും പലരെയും ആരും പാട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അതങ്ങനെ കേട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ഈ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് വളരെ വിഷമത്തോടെയാണ്. നേരത്തെ അഖില സൂചിപ്പിച്ച പോലെ ഈ CD-കൾ ഇല്ലാതെ ആയതോടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ള പാട്ടുകൾ. പക്ഷെ യൂട്യൂബ് എല്ലാവരും പാട്ടുകൾ റിലീസ് ആവുമ്പോൾ കേൾക്കുന്നുണ്ട് എങ്കിലും അതൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അതെ, കേട്ടു പോകുന്നു, അത്രേ ഉള്ളൂ. ഒരു മ്യൂസിക് ഡയറക്ടർ എടുക്കുന്ന അല്ലെങ്കിൽ ലിറിസിസ്റ്റ് എടുക്കുന്ന ഒരു പാട്ടുകാരൻ പാടാൻ എടുക്കുന്ന ഒരു എഫേർട്ട് അതിൽ നിന്ന് തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് സംശയം തോന്നാറുണ്ട്. കാര്യം നമ്മൾ ഒരു സമയത്തൊക്കെ ഈ പറഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ യാത്രാവേളകളിൽ ഏറ്റവും അധികം നമ്മുടെ ഹെഡ്ഫോൺ ഉണ്ട്, എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ ഹെഡ്ഫോൺ വെക്കുക, നല്ല നല്ല പാട്ടുകൾ കേൾക്കുക, ഇതൊക്കെ നമ്മുടെ ഒരു രീതിയായിരുന്നു. കാറിലാണെങ്കിലും CD, എല്ലാ CD കളക്ഷനുള്ള എത്രയോ പേരുണ്ടാവുന്നു.
പല പാട്ടുകളും ദാസാറിന്റെ പാട്ടുകൾ, പഴയ കളക്ഷൻസ് 80s പാട്ടുകളൊക്കെ CD ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ അതില്ല. CD ഇപ്പൊ മേടിച്ചാൽ നമ്മുടെ എവിടെ കൊണ്ടുവന്നത് പ്ലേ ചെയ്യും. അതാണ് ഈ ചിലയിടത്തൊക്കെ CD-ക്ക് വേണ്ടി തന്നെ തുറന്നു വെച്ചിരുന്ന പല സ്ഥാപനങ്ങളൊക്കെ അടച്ചു പൂട്ടി കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു ഇതിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു വിഷമകരമായ ഒരു അവസ്ഥയാണ്. അത് സിനിമാ പാട്ടുകളെ മാത്രമല്ല, എത്രയോ ആൽബം സോങ്സ് ഉണ്ടായിട്ടുണ്ട്. എന്റെയൊക്കെ നമ്മുടെയൊക്കെ കോളേജ് ടൈമിൽ കുറേ ആൽബം സോങ്സ് ഒത്തിരി ഹിറ്റ് ആൽബംസ് ഒത്തിരി ഉണ്ട്. ഈസ്റ്റ് കോസ്റ്റിന്റെയും അങ്ങനെയുള്ള പല. ഇപ്പൊ ഒന്നുമില്ല. എല്ലാം ഇപ്പം എന്തോ കാലം മാറുന്നതനുസരിച്ച് ഈ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.